ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെയും കൊണ്ടുപോകുന്നത് സ്കോട്ട്ലാൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള എഡിൻബ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ സിറ്റി ആയിട്ടുള്ള പ്രസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 2.5-3 മണിക്കൂറാണ് മാക്സിമം ട്രെയിനിൽ എഡിൻബ്രയിലേക്കുള്ളത്. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. കാരണം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് സ്കോട്ട്ലാൻഡിലെ എഡിൻബ്രയിലേക്ക് പോകണമെന്ന്. ഇംഗ്ലീഷിൽ ഇത് എഴുതുമ്പോൾ എഡിൻബർഗ് എന്നാണെങ്കിലും പ്രൊണൗൺസ് ചെയ്യുക എഡിൻബ്ര എന്നാണ്. അങ്ങനെ നമ്മൾ എഡിൻബ്രയിലെ വേവർലി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ കണ്ടില്ലേ അടിപൊളി ബിൽഡിങ്ങുകൾ. ഈ ഓരോ ബിൽഡിങ്ങിൻ്റെയും ആർക്കിടെക്ചർ കാണാൻ തന്നെ അടിപൊളിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്സ് എല്ലാം ഒരു 19-19 നൂറ്റാണ്ടോ അതിനും പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്സാണ് കൂടുതലും. നമുക്കറിയാലോ, ഈ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് തന്നെ 4 കൺട്രീസ് കൂടി ചേരണതാണ്. ഇംഗ്ലണ്ട്, നോർത്തേൺ അയർലാൻഡ്, സ്കോട്ട്ലാൻഡ് ആൻഡ് വെയിൽസ്. ഈ ഓരോന്നിനും ഓരോ ഭംഗിയാണ്. അതായത് ഇംഗ്ലണ്ടിൽ കാണുന്ന ബിൽഡിങ്സോ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചറോ പോലെയല്ല സ്കോട്ട്ലാൻഡിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി കൂടിയാണ് എഡിൻബ്ര. ഈ ഒരു പ്രതിമ കാണുമ്പോൾ തൃശ്ശൂർക്കാർക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ശക്തൻ തമ്പുരാനെയാണ്. സ്കോട്ട്ലാൻഡുകാരുടെ ട്രഡീഷണൽ ഫോക്ക് മ്യൂസിക്, അതായത് ബാക്ക് പൈപ്പ്, അവർ ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ബാക്ക് പൈപ്പ്. അത് വെച്ചിട്ടുള്ള മ്യൂസിക്കാണ് ഇപ്പം നിങ്ങൾ കേൾക്കണത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എഡിൻബ്രയിലെ ഒരു കോളേജിൻ്റെ ഉൾവശമാണിത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് കാണാനുള്ളത് എഡിൻബ്ര കാസിൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീൻ വില്ലേജ്, ഹാരി പോട്ടറിൻ്റെ ബർത്ത് പ്ലേസ്. സോ അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.